Assalamualaikum. Welcome back to day 8 of our 50 days of weight loss challenge. അപ്പോൾ ഇന്ന് വന്നിട്ട് രാവിലെ എണീറ്റപ്പോൾ തന്നെ ഒരുപാട് വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളും അതുപോലെ തന്നെ വെള്ളം കുടിച്ചുകൊണ്ടേ ഇരിക്കുക. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ അത്ര വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഡീറ്റോക്സ് ഡ്രിങ്കൊക്കെ എടുക്കുക. ഞാൻ 1-2 ഓപ്ഷൻസ് പറഞ്ഞുതരാം. ഒന്ന് ഞാൻ ഒരു വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചിയാ സീഡ് വാട്ടർ. പിന്നെ നെക്സ്റ്റ് വൺ വന്നിട്ട് കറുവപ്പട്ട, സിനമൺ ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. ഇനി ഞാൻ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കാണിക്കാം. 2 ബോയിൽഡ് എഗ്ഗാണ്. ഞാൻ ഇപ്പോൾ ഹോൾ എഗ്ഗായിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. യോക്കൊന്നും സെപ്പറേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഹോൾ എഗ്ഗായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് വന്നിട്ട് ഓട്സ് ബനാന സ്മൂത്തിയാണ്. ഓട്സ് ബനാന സ്മൂത്തി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ കഴിഞ്ഞ ഡേയിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ കമൻറ്റ് ചെയ്താൽ മതി. അപ്പം ഞാൻ കമൻറ്റിന് റിപ്ലൈ ആയിട്ട് തരാം. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്മൂത്തി റെസിപ്പിയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ഇന്നും അത് തന്നെ ആക്കിയതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ഇത് ഓട്സ് ബനാന സ്മൂത്തി. ഇത് പിന്നെ 2 ഹോൾ എഗ്ഗ് ബോയിൽ ചെയ്തതുമാണ് കേട്ടോ. ഇതാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയി കഴിക്കുന്നത്. ഇതിൻ്റെ മുമ്പ് ഒരുപാട് വെള്ളം കുടിച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഹാഫ് ദ വേ ആണ്. നമ്മൾ 15 ദിവസത്തിൽ 8ാമത്തെ ദിവസമാണ് ഇന്ന്. അപ്പോൾ ഇന്നും ഇപ്പോൾ നമുക്ക് മുഖത്തിന് ഒന്നും ക്ഷീണോ കാര്യങ്ങളോ ഒന്നുമില്ല, അടിപൊളിയായിട്ട് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ തന്നെ പോകുന്നുണ്ടെന്ന് കരുതുന്നു. പിന്നെ നിങ്ങളെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തേണ്ടത് അതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ ഇതിന് പറ്റിയ വേറൊരു ഓൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ എഗ്ഗ് എടുത്തതിന് പകരം സ്പ്രൗട്ട്സ് എന്തെങ്കിലും കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ചെറുപയർ, വൻപയർ, കടല ഒക്കെ കൂടി മിക്സ് ആക്കിയിട്ട് വെള്ളത്തിലിട്ടിട്ട് ഓവനായിട്ട് സോക്ക് ചെയ്തിട്ട് അത് ജസ്റ്റ് ഉപ്പിട്ടിട്ട് വേവിച്ചിട്ട് അത് കഴിക്കാം. അത് നല്ലൊരു പ്രോട്ടീൻ സോഴ്സാണ്, നല്ല ടേസ്റ്റും ഉണ്ടാവും. ഞാൻ ഇനി നെക്സ്റ്റ് ഒരു ഡേയിൽ അത് ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ഇനി ബ്രഞ്ചിൻ്റെ ടൈമിൽ കാണാം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നടക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഒക്കെ നടക്കുക, വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ഒക്കെ വർക്കൗട്ട് ചെയ്യുക. ഞാനത് ഇതിൽ ആഡ് ചെയ്യാറില്ല. ചിലപ്പോൾ എനിക്ക് ടൈം കിട്ടുമ്പോൾ ഞാൻ അങ്ങനെ നടന്ന് പോകാറാണ്. അപ്പോൾ അത് ഇതിൽ ക്ലിപ്പിങ്സ് ആയിട്ട് ഞാൻ ആഡ് ചെയ്യാറില്ല. എനിക്ക് ടൈം കിട്ടാറില്ല. അപ്പോൾ ഇനി ബ്രഞ്ചിൻ്റെ ടൈമിൽ കാണാം. നമുക്ക് ഈ ടൈമിൽ നട്ട്സ് വേണമെങ്കിൽ നട്ട്സ് കഴിക്കാം, വേറെ ഏതെങ്കിലും ഫ്രൂട്ട്സ് വേണമെങ്കിൽ അതൊക്കെ കഴിക്കാം കേട്ടോ. ഇനി ലഞ്ചിന് കാണാം. അപ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് 1 മണി ആയിട്ടുണ്ട്. ലഞ്ച് കഴിക്കാനുള്ള ടൈമാണ്. അപ്പോൾ ലഞ്ചിൻ്റെ ടൈം ആയിട്ടുണ്ട്. ഇന്ന് ലഞ്ച് വന്നിട്ട് റൈസാണ്, ബസുമതി റൈസാണ്. ജസ്റ്റ് ബോയിൽ ചെയ്തെടുത്ത ബസുമതി റൈസും പിന്നെ ചിക്കനാണ്. ചിക്കൻ വന്നിട്ട് കുറച്ച് മസാലാസൊക്കെ ആഡ് ചെയ്തിട്ട് തന്നെയാണ് കുക്ക് ചെയ്തെടുത്തിട്ട്, പക്ഷേ ഓയിൽ ആഡ് ചെയ്തിട്ടില്ല. ചിക്കനിൽ ചിക്കൻ മസാല, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി അതൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാല, പിന്നെ അതുപോലെ തന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും, പിന്നെ കുറച്ച് വേപ്പിലയും കുറച്ച് മല്ലി ഇലയൊക്കെ ഇട്ടിട്ടാണ് കുക്കറിൽ വിസിലടുപ്പിച്ചെടുത്തതാണ്. ഓയിൽ തീരെ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ കുറച്ച് കുക്കുംബറുമാണ് ഇന്നത്തെ ലഞ്ച് വന്നിട്ട്. പിന്നെ ഫാറ്റി ലിവർ PCOS ഒക്കെ ഉള്ളവർക്ക് ചിക്കനിലെ മസാലാസ് കംപ്ലീറ്റ്ലി ഒഴിവാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും പെട്ടെന്ന് റിസൾട്ട് കിട്ടും. കാരണം വെറും ഉപ്പിട്ടിട്ട് അല്ലെങ്കിൽ ഉപ്പും മഞ്ഞളും മാത്രം ഇട്ടിട്ട് ബോയിൽ ചെയ്ത് കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റിസൾട്ട് കൂട്ടിട്ടോ. കാരണം ഫാറ്റ് ലിവർ ഒന്നും ഉള്ളവർക്ക് മസാലാസ് അത്ര നല്ലതല്ല. അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഞാൻ എൻ്റെ ലഞ്ച് കാണിച്ചു തരാം. ലഞ്ച് കഴിക്കുന്നതിൻ്റെ മുമ്പ് എന്തായാലും 2 ഗ്ലാസ് വെള്ളം കുടിക്കുക. കാരണം നമ്മൾ കുറച്ച് റൈസ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ കുറച്ചും കൂടി ചിക്കനൊക്കെ ഉള്ളതല്ലോ, കുറച്ചും കൂടി കഴിക്കാനൊരു ടെൻഡൻസി വരും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ വയറ് ഹാഫ് ഫില്ലാക്കി വെക്കുക. അതിന് വേണ്ടി 2 ഗ്ലാസ് വെള്ളം എന്തായാലും കുടിക്കാം. ഞാൻ എൻ്റെ ലഞ്ച് ഒന്ന് കാണിച്ചു തരാം. കുക്കുംബറുണ്ട്, പിന്നെ അതുപോലെ തന്നെ ബസ്മതി റൈസും ചിക്കനുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ബസ്മതി റൈസ് വളരെ ക്വാണ്ടിറ്റി കുറച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ചിക്കൻ വന്നിട്ട് തീരെ ഓയിൽ ഇല്ലാണ്ടാണ് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ കുക്കുംബറും ആഡ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ഞാനത് ഒരു എന്തെങ്കിലും അച്ചാറിൻ്റെ ഒരു 1/2 സ്പൂൺ അല്ലെങ്കിൽ കുറച്ച് ആഡ് ചെയ്യും. കാരണം എനിക്ക് അച്ചാർ കഴിക്കാൻ എന്നൊരു പൂതിയുണ്ട് കേട്ടോ. അപ്പോൾ അച്ചാർ ഹെൽത്തി ആണോ എന്ന് ചോദിച്ചാൽ നോ, ബട്ട് ഞാൻ കുറച്ച് ചിലപ്പോൾ കഴിക്കും. കാരണം എനിക്ക് ഇതൊക്കെ ഒരു അച്ചാർ കൂട്ടി കഴിക്കണം എന്നുള്ളൊരിത് വരുന്നുണ്ട്. ഇതാണ് എൻ്റെ ഇന്നത്തെ ലഞ്ച് വന്നിട്ട്. നിങ്ങൾക്ക് ഈ റൈസിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വീറ്റ് ബ്രെഡ്, വീറ്റ് ദോശ, അല്ലെങ്കിൽ വീറ്റ് കുബൂസോ വീറ്റ് ചപ്പാത്തി എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ ചിക്കൻ്റെ പകരം ഗ്രീൻ പീസ്, പിന്നെ
ചെറുപയർ അങ്ങനത്തെ ഒക്കെ വെച്ചിട്ട് ഇതും റീപ്ലേസ് ചെയ്യുക. പിന്നെ ബസ്മതി റൈസ് നിങ്ങൾക്ക് യൂസ് ചെയ്യുക. പിന്നെ അതുപോലെ മട്ട റൈസ് ഉണ്ടല്ലോ, മട്ട റൈസും യൂസ് ചെയ്യുക. പിന്നെ വെജിറ്റബിൾസ്, ഏത് വെജിറ്റബിൾസ് ആണെങ്കിലും യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ലഞ്ച്. പിന്നെ ലഞ്ച് കഴിച്ചതിൻ്റെ ശേഷം 10 മിനിറ്റ് നടക്കണവർ ഇനി അതൊന്ന് കൂട്ടിയിട്ട് 15 മിനിറ്റ് ആക്കുക. കാരണം നമ്മുടെ ഫസ്റ്റ് കുറച്ച് വെയിറ്റ് പെട്ടെന്ന് കുറയും. പിന്നെ വെയിറ്റ് പ്ലാറ്റോ എന്നുള്ളൊരു സ്റ്റേറ്റിലെത്തും. അപ്പോൾ അതുകൊണ്ട് പിന്നെ കുറച്ച് അധികം നമ്മൾ മെനക്കെട്ടാലേ നമ്മൾ വെയിറ്റ് കുറയുള്ളൂ. അപ്പോൾ ചിലപ്പോൾ ആദ്യത്തെ 1 വീക്കിൽ 1 കിലോ അല്ലെങ്കിൽ 2 കിലോ പെട്ടെന്ന് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ വെയിറ്റ് കുറയാൻ കുറച്ച് അധികം കഷ്ടപ്പെടേണ്ടി വരും. അപ്പോൾ 10 മിനിറ്റ് നടക്കുന്നുള്ളൂ, ഒരു 20 മിനിറ്റ് ആക്കുക. ആരും പേടിക്കേണ്ട, വെയിറ്റ് എന്തായാലും കുറയും ഇങ്ങനെ പോയാൽ. നമ്മൾ ഡയറ്റിലും ചെറുതായിട്ടുള്ള മാറ്റങ്ങളൊക്കെ കുറച്ചൊന്ന് പിടിക്കണം. ആദ്യത്തേക്കാൾ ഒന്നും കൂടി സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റിലേക്ക് വരും കുറച്ചും കൂടി. അത് കരുതിയിട്ട് കംപ്ലീറ്റ്ലി കട്ട് ചെയ്തിട്ടല്ല. അപ്പോൾ കറക്റ്റ് ഓയിലും തീരെ യൂസ് ചെയ്യാതെ അങ്ങനെയൊക്കെ ആക്കിയിട്ട് നമ്മുടെ ഡയറ്റിനെ മാറ്റേണ്ടതുണ്ട് ഈ 2nd വീക്കിൽ. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ലഞ്ച്. ഇനിയിപ്പോൾ ലഞ്ച് ഇങ്ങനെ കഴിക്കണോണ്ട് തന്നെ നൈറ്റ് കുറച്ച് ലൈറ്റ് ആക്കണം. പിന്നെ വിശക്കുന്നുള്ളവർക്ക് ഇതുപോലെയൊക്കെ തന്നെ നൈറ്റിനും കഴിക്കാം കേട്ടോ. നേരത്തെ കഴിച്ചാൽ മതി. 7 മണിക്ക് കഴിക്കേണ്ടത് ഒരു 6:30 കഴിക്കുക. പിന്നെ നൈറ്റും ഫുഡ് കഴിച്ചതിൻ്റെ ശേഷം മസ്റ്റായിട്ടും അരമണിക്കൂർ നടക്കാൻ പറ്റുമെങ്കിൽ അരമണിക്കൂർ നടക്കാം. പിന്നെ വേറെ വർക്കൗട്ടും കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നവർ അതും ചെയ്യാം. പെട്ടെന്ന് എന്തോ ഒരു കണ്ണിനൊരു ഇത് വന്നതാണ് ലൈറ്റ് ഇങ്ങനെ വരുമ്പോൾ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ലഞ്ച്. അപ്പോൾ ഇത് കഴിച്ച ഉടനെ ആരും കിടക്കരുത്. എന്തായാലും നടന്നതിൻ്റെ ശേഷം മാത്രം കിടക്കുക. അപ്പോൾ ഇതാണ് കേട്ടോ ലഞ്ച്. എനിക്ക് കഴിക്കാൻ അങ്ങനെ ആവുന്നുണ്ട്. കാരണം രാവിലെ ഫുഡ് കഴിച്ചിട്ട് പിന്നെ കുറച്ച് ഗുവാവ മറ്റേ പേരൊക്കെ ഉണ്ടല്ലോ, അടക്കാപ്പഴം, അത് മാത്രമേ ഉള്ളൂ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വിശക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് 1:30 ആയിട്ടുണ്ട്. അപ്പം ഇനി ഇത് കഴിക്കട്ടെ കേട്ടോ. നിങ്ങൾ ലഞ്ച് കഴിക്കും. നിങ്ങൾ ലഞ്ച് എന്താണെന്ന് കമൻറ്റ് ചെയ്യും. പിന്നെ ഇതിനൊക്കെ റീപ്ലേസ്മെൻ്റ് ആയിട്ട് വേറെ എന്തെങ്കിലും വേണമെന്നൊക്കെ കമൻറ്റ് ചെയ്യും കേട്ടോ. ഈവനിങ് ടൈം ആയിട്ടുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് 5 മണിയായിട്ടുണ്ട് കേട്ടോ. കാരണം ഒന്ന് കിടന്ന് ഇതാ ലായി എണീറ്റിട്ടുണ്ട്. ലായ്ക്കും ഫുഡ് കൊടുക്കണം. ലായ് ഇപ്പോൾ നോക്കുന്നതിൻ്റെ ബട്ടൺ മൈക്കിലാണ്. അപ്പോൾ ലായ്ക്കും ഫുഡ് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഈവനിങ് സ്നാക്കായിട്ട് എടുത്തിട്ടുള്ളത് ഇതാ പേഴ്സിമൺ ഫ്രൂട്ടാണ്. ഇതാ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ ഇതെങ്ങനെയാണ് ഈ ഫ്രൂട്ട് എന്ന് ഞാൻ അതിൻ്റെ മുമ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഇന്ന് കഴിക്കാൻ പോണത്. ഇഷ്ടപ്പെട്ടോ? ഇതിൻ്റെ പകരം നിങ്ങൾക്ക് ഏത് സീസണൽ ഫ്രൂട്ട്സും പിന്നെ നട്ട്സ് ആണെങ്കിൽ ഒരു 2 എണ്ണമൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്ന് എടുക്കണം. ഇനി നൈറ്റ് ഇപ്പോൾ വളരെ ലേറ്റായിട്ട് എന്തെങ്കിലും കഴിക്കണം. കാരണം ഉച്ചക്ക് റൈസും ചിക്കനും ഒക്കെ കഴിച്ചുകൊണ്ടേനെ. ലായ്ക്കിനും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതാണ് ഇന്നത്തെ ഈവനിങ് സ്നാക്ക് കേട്ടോ. നിങ്ങളെ ഈവനിങ് സ്നാക്കൊക്കെ കറക്റ്റ് ടൈമിൽ എടുക്കുക. പിന്നെ ഈവനിങ് നടക്കാൻ പറ്റുന്നതുകൊണ്ട് ഈവനിങ് നടക്കുക. പിന്നെ വെള്ളം കുടിക്കാറില്ലേ? വെള്ളം എന്തായാലും കുടിക്കണം കേട്ടോ. വെള്ളം നമ്മളെ ബോഡി വെയ്റ്റിനനുസരിച്ച് 20 kg ഒരു ലിറ്റർ എന്നുള്ള കണക്കിന് വെള്ളം കുടിച്ചുകൊണ്ടേ ഇരിക്കുക കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി നൈറ്റ് ഫുഡ് കാണിക്കാം കേട്ടോ. ഹലോ. അപ്പോൾ ഇതാ ഓൾമോസ്റ്റ് നൈറ്റ് 8 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇതാ ഇന്ന് നൈറ്റ് ലേറ്റ് ആയിട്ട് കഴിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലഞ്ച് അത്യാവശ്യം ഹെവി ആയതുകൊണ്ട് തന്നെ നൈറ്റ് ഇത് കഴിച്ചിട്ട് ഇന്നത്തെ ഫുഡ് ക്ലോസ് ചെയ്യാണ്. പിന്നെ എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം, ഇനി നമ്മളെ 8ാമത്തെ ദിവസവും നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ക്ഷീണോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്കില്ല. അപ്പോൾ അതിൻ്റെ കാരണം നമ്മുടെ ഫുഡ് റൂട്ടീൻ തന്നെയാണ്. അത്യാവശ്യം എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പിന്നെ ഫുഡ് കഴിച്ചതിൻ്റെ ശേഷം എല്ലാവരും രാത്രിയും കുറച്ച് നേരം നടക്കുക. പിന്നെ വെള്ളം നിങ്ങൾ നിറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞു നിങ്ങൾ കിടക്കുന്നതിൻ്റെ മുന്നേ ഉറപ്പ് വരുത്തുക. ഇതൊക്കെ നമ്മൾ ചെയ്യണത് നമ്മളെ ഹെൽത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മളെ കോൺഫിഡൻസിന് വേണ്ടിയിട്ടാണ്. നമുക്ക് ചില ഡ്രസ്സ് ഇടുമ്പോഴൊക്കെ തോന്നാറില്ലേ നമുക്ക് എവിടെയെങ്കിലും കുറച്ച് തടി കൂടിക്കണം. പിന്നെ അതുപോലെ എപ്പോഴും ഹെൽത്തി ആയിരിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ബാലൻസ്ഡ് ഡയറ്റ് കീപ്പ് ചെയ്ത് പോയാൽ നമുക്ക് ഇങ്ങനെ ഒരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്തെടുക്കാൻ മേ ബി ഒരു 1 month 2 month എടുത്തേക്കാം. പക്ഷേ ആ ഒരു ട്രാക്കിൽ കയറി കിട്ടിയാൽ പിന്നെ അതങ്ങനെ നമ്മൾ അങ്ങനത്തെ നല്ല ഫുഡേ കഴിക്കുള്ളൂ. പിന്നെ നമുക്കധികം അങ്ങനത്തെ ഫുഡിനോടുള്ള ക്രേവിങ്സ് കുറയും. പിന്നെ കഴിക്കണ്ടെന്നല്ല, നമുക്ക് അത്രയും കൊതി വരുമ്പോഴൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ കഴിക്കാം. പിന്നെ വന്നിട്ട് പറയാനുള്ളത്, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യാതെ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക. വെയിറ്റ് ലോസ് ആഗ്രഹിക്കണം നിങ്ങളെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി മെമ്പേഴ്സിനെ ഈ വീഡിയോ എന്തായാലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളെ ഒപ്പീനിയൻസും പിന്നെ നിങ്ങളെ കമൻസും ഒക്കെ എന്തായാലും എന്നെ അറിയിക്കണം. കമൻറ്റ് ചെയ്താൽ മതി. ഇൻഷാല്ലാ ഞാൻ റിപ്ലൈ ചെയ്യും. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോനെ കുറിച്ചുള്ള ഒപ്പീനിയൻസ് ഒക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം.
നിങ്ങൾക്ക് വന്നിട്ട് വീറ്റ് ബ്രെഡോ അല്ലെങ്കിൽ വീറ്റ് ഐറ്റംസ് എന്തെങ്കിലും വേണമെങ്കിൽ കഴിക്കാം. പിന്നെ കുറച്ച് വെജിറ്റബിൾസും ചിക്കനും അങ്ങനെ എന്ത് വേണമെങ്കിലും ഒക്കെ ആഡ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രൂട്ട്സ്, നിങ്ങൾ ഉച്ചയ്ക്ക് അത്യാവശ്യം ഹെവിയായി കഴിച്ചവരാണെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സ് കഴിക്കാം. പിന്നെ ഞാനിപ്പോൾ 8 മണിക്കാണ് കഴിക്കണം. നിങ്ങൾക്ക് എത്ര നേരത്തെ കഴിക്കാൻ പറ്റുമോ അത്രയും നേരത്തെ കഴിക്കാം. എനിക്ക് പിന്നെ കഴിയാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ലേറ്റായി പോയതാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നെക്സ്റ്റ് ഡേ ആയി കാണുന്നവരെ അസ്സലാമു അലൈക്കും. പിന്നെ 50 ഡേയ്സ് കൊണ്ട് നിങ്ങൾക്ക് എത്ര വെയിറ്റ് കുറഞ്ഞു എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.